നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചൈനീസ് സ്റ്റാർട്ടറാണ് ഇന്നത്തെ റെസിപ്പി, ഹണി ചില്ലി പൊട്ടറ്റോ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ല ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോയിൽ ഒരു ഇത്തിരി എരിവും പുളിയും പിന്നെ മധുരത്തിനായിട്ട് തേനും, ഇതെല്ലാം കൂടുമ്പോൾ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഹണി ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുന്നതിന് ആദ്യം വേണ്ടത് പൊട്ടറ്റോ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 4 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് വലുതല്ലാത്ത പൊട്ടറ്റോ ആയിരിക്കും ഇതിന് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ പൊട്ടറ്റോ എല്ലാം നന്നായി കഴുകിയതിന് ശേഷം പീൽ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ചെയ്യുന്നത് പോലെ, എന്നാൽ ഒരുപാട് തിക്കല്ലാതെയും ഒരുപാട് തിന്നല്ലാതെയും വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ എല്ലാ പീസസും ഒരേ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. മുറിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിൽ നമ്മൾ ആദ്യം തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പൊട്ടറ്റോയുടെ നിറം മാറാതെ ഇരിക്കാനും പിന്നെ ഇതിലുള്ള എക്സ്ട്രാ സ്റ്റാർച്ച് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ വെച്ചാൽ മതിയാകും. ഇതിന് ശേഷം നമ്മളിത് ഉപ്പ് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊട്ടറ്റോ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇട്ടതിന് ശേഷം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇതുപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോൾ ഈ പൊട്ടറ്റോയുടെ ഉള്ളിലെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ വെളുത്ത നിറത്തിൽ കാണുന്നത് ഈ പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ചാണ്. അപ്പോൾ ഈ സ്റ്റാർച്ച് മുഴുവനായിട്ട് നമുക്ക് നീക്കം ചെയ്യാനും പറ്റും. ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ പൊട്ടറ്റോസ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെന്തു പോയാൽ പിന്നെ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം കുഴഞ്ഞു പോകും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വേവിച്ചെടുത്ത പൊട്ടറ്റോ ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യാൻ പറ്റും. ഈ പൊട്ടറ്റോസ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്കിതിലേക്കൊരു ഡ്രൈ കോട്ടിംഗ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് ഈ പൊട്ടറ്റോസിലെല്ലാം കോട്ട് ചെയ്തെടുക്കുക. നമ്മളിതൊരു ബാറ്ററിലും കൂടെ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബാറ്ററി പൊട്ടറ്റോയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ഡ്രൈ കോട്ടിംഗ് കൂടെ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ പൊട്ടറ്റോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യുന്നതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെയും കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതേ രീതിയിൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ക്രിസ്പിനെസ്സിലും അതേ ടേസ്റ്റിലും നിങ്ങൾക്ക് ഇതുണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒന്നിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 2-3 തവണ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുന്നതായിരിക്കും. വെള്ളം കൂടുതലായി പോകുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസസ് എല്ലാം കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിലേക്ക് പൊട്ടറ്റോ പീസസ് എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ഒന്നിച്ചിട്ട് കൊടുത്താൽ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ചെടുത്ത് നന്നായി കോട്ട് ചെയ്തതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ബാച്ച് ഇടുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ബാറ്ററിൽ മുക്കിയെടുത്ത പൊട്ടറ്റോ പീസ് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പരമാവധി തമ്മിൽ ഒട്ടാത്ത രീതിയിലായിരിക്കണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്.
അഥവാ തമ്മിൽ ഒട്ടിപ്പോവുകയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അപ്പോൾ തന്നെ അത് വേർതിരിച്ചെടുക്കാൻ നിൽക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം പുറത്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം കൈകൊണ്ട് മെല്ലെ പൊട്ടിച്ചെടുത്താലും മതിയാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിതൊരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ. ആദ്യത്തെ ബാച്ച് പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ നിറമാവുമ്പോൾ നമ്മൾക്കിത് എണ്ണയിൽ നിന്നെടുത്തൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ പൊട്ടറ്റോ ഫ്രൈസ് എല്ലാം എത്രമാത്രം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊട്ടറ്റോസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീർന്നിട്ടില്ല, നമ്മളിത് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഹണി ചില്ലി പൊട്ടറ്റോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഫ്രൈസ് എല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുത്തതെങ്കിൽ ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ടാമത്തെ തവണ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ പൊട്ടറ്റോസും ഒറ്റ തവണ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാവുമ്പോൾ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കാനായിട്ട്. നമ്മൾ ഒരു തവണ മാത്രമാണ് ഫ്രൈ ചെയ്തെടുത്തതെങ്കിൽ അത് തണുത്തു പോകുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് എല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ ഡബിൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര നേരം കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. പോരാത്തതിന് നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. നേരത്തെ കേട്ടതിനേക്കാളും ശബ്ദം ഇത്തിരി കൂടിയിട്ടുണ്ടല്ലേ? ശബ്ദം മാത്രമല്ല, നല്ല ക്രിസ്പിനെസ്സും കൂടിയിട്ടുണ്ട്. ഈ ഫ്രൈസ് ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നല്ലൊരു ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഈ ഫ്രൈസിനെ നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് ഡബിളാക്കി എടുക്കാൻ പോവുകയാണ്. ചൈനീസ് റെസിപ്പിയെല്ലാം ടോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് ഇടാറ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ വേണം നമ്മളെപ്പോഴും ഉപയോഗിക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള റെഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെള്ള നിറത്തിലുള്ള എള്ള് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതാണ്. ഒരു 10 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്ത് വെച്ച എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് എണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ അല്ലാതെ മറ്റ് റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വളരെ തിന്നായി അരിഞ്ഞിട്ടുള്ള ഒരു പകുതി സവോളയും വളരെ തിന്നായി അരിഞ്ഞിട്ടുള്ള ഒരു പകുതി ക്യാപ്സിക്കവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവോളയും ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടാണ് വരേണ്ടത്, അല്ലാതെ വെന്ത് കുഴയാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ടോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സോസസ് ചേർത്ത് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സോയാ സോസിൻ്റെ അളവ് കൂടി പോകരുത്, നമ്മളുടെ റെസിപ്പിയുടെ കളർ തന്നെ ആകെ മാറിപ്പോകും. അപ്പോൾ സോയാ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സെഷ്വാൻ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നതിനോടൊപ്പം ഈ വെള്ളം നന്നായി കുറുകി വരാനായിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തത് കുറച്ചായിട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ കുറുകി വരാനും ഈ സോസസിന് നല്ലൊരു തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള തിക്നെസ് കിട്ടുമ്പോൾ നമ്മൾക്ക് കോൺഫ്ലവർ ചേർക്കുന്നത് നിർത്തി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മുടെ ഹണി ചില്ലി പൊട്ടറ്റോയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല വയനാടൻ തേനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ തേന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈസ് നമ്മൾ ചേർത്ത് കൊടുക്കുക.
ഇനി ഈ സോസിലിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ഹണി ചില്ലി പൊട്ടറ്റോ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ള നിറത്തിലുള്ള എള്ളും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റാർ ഹോട്ടലിലെല്ലാം ഒരുപാട് വില കൊടുത്ത് കഴിക്കുന്ന ഈ ചൈനീസ് സ്റ്റാർട്ടർ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു ടോസ്റ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്